ഹായ് ഫ്രണ്ട്സ്, NSN ജോബ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കുന്നത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ LICയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നീ തസ്തികകളിലേക്കുള്ള നിയമനത്തിനായി വിജ്ഞാപനം വന്നിട്ടുണ്ട്. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കേണ്ട അവസാന തീയതി 8/9/2025. ഇതിന്റെ ശമ്പളം വരുന്നത് 88,635 രൂപ മുതൽ 1,69,025 രൂപ വരെ. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഇനി വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങൾ നോക്കാം. അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് 81 ഒഴിവുകളാണുള്ളത്. AE സിവിൽ SC വിഭാഗത്തിന് 8 ഒഴിവ്, STക്ക് 3 ഒഴിവ്, OBC വിഭാഗത്തിന് 13 ഒഴിവ്, EWS വിഭാഗത്തിന് 5 ഒഴിവ്, ജനറൽ വിഭാഗത്തിന് 21 ഒഴിവ് ഉൾപ്പെടെ ആകെ 50 ഒഴിവുകളാണുള്ളത്. ഇനി AE ഇലക്ട്രിക്കൽ SC വിഭാഗത്തിന് 4, STക്ക് 3, OBC 8, EWS 3, ജനറൽ വിഭാഗത്തിന് 13 ഒഴിവുകൾ ഉൾപ്പെടെ ആകെ 31 ഒഴിവുകളാണുള്ളത്. അടുത്തത് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ആകെ 410 ഒഴിവുകളാണുള്ളത്. പോസ്റ്റുകൾ AAO CA SC 4 ഒഴിവ്, ST 2, OBC 7, EWS 3, ജനറൽ വിഭാഗം 14 ഒഴിവുകൾ, അങ്ങനെ ആകെ 30 ഒഴിവുകളാണുള്ളത്. അടുത്ത പോസ്റ്റ് AAO CS SC വിഭാഗത്തിന് 1 ഒഴിവ്, STക്ക് 1, OBC 2, EWS 1, ജനറൽ വിഭാഗത്തിന് 5 ഒഴിവുകൾ ഉൾപ്പെടെ ആകെ 10 ഒഴിവുകളാണുള്ളത്. അടുത്ത പോസ്റ്റ് AAO ആക്ച്വറിയൽ SC 4, ST 2, OBC 7, EWS 3, ജനറൽ വിഭാഗം 14 ഒഴിവുകൾ ഉൾപ്പെടെ ആകെ 30 ഒഴിവുകളാണുള്ളത്. അടുത്തത് AAO ഇൻഷുറൻസ് സ്പെഷ്യലിസ്റ്റ് SC 45, ST 22, OBC 77, EWS 34, ജനറൽ വിഭാഗത്തിന് 132 ഒഴിവ് ഉൾപ്പെടെ ആകെ 310 ഒഴിവുകളാണുള്ളത്. അടുത്തത് AAO ലീഗൽ SC വിഭാഗത്തിന് 4 ഒഴിവ്, ST 2, OBC 7, EWS 3, ജനറൽ വിഭാഗം 14 ഒഴിവുകൾ ഉൾപ്പെടെ ആകെ 30 ഒഴിവുകളാണുള്ളത്. ഇനി PWD വിഭാഗത്തിന്റെ നോക്കാം. കറന്റ് ഇയർ വേക്കൻസിയിൽ LD 5 ഒഴിവും, VI 4 ഒഴിവ്, HI 4 ഒഴിവ്, ID ബാർ MD 4 ഒഴിവ്, അങ്ങനെ ആകെ LDക്ക് 5 ഒഴിവും, VIക്ക് 4 ഒഴിവും, HIക്ക് 4 ഒഴിവും, ID ഓർ MDക്ക് 4 ഒഴിവുകളുമാണുള്ളത്. ഇനി എലിജിബിലിറ്റി നോക്കാം. പോസ്റ്റ് AE സിവിൽ, പ്രായപരിധി 21 വയസ്സിനും 30 വയസ്സിനും മധ്യേ. ഉദ്യോഗാർത്ഥികൾ 2/8/1995 1/8/2004 ഇടയിൽ ജനിച്ചവരായിരിക്കണം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ BTech ഓർ BE സിവിൽ. അടുത്തത് AE ഇലക്ട്രിക്കൽ, പ്രായപരിധി 21 വയസ്സിനും 30 വയസ്സിനും മധ്യേ. ഉദ്യോഗാർത്ഥികൾ 2/8/1995 1/8/2004 ഇടയിൽ ജനിച്ചവരായിരിക്കണം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് BTech ഓർ BE ഇലക്ട്രിക്കൽ. അടുത്തത് AAO ചാർട്ടേഡ് അക്കൗണ്ടന്റ്, പ്രായപരിധി 21 വയസ്സിനും 32 വയസ്സിനും മധ്യേ. ഉദ്യോഗാർത്ഥികൾ 2/8/1993 1/8/2004 ഇടയിൽ ജനിച്ചവരായിരിക്കണം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി. അടുത്ത പോസ്റ്റ് AAO ചാർട്ടേഡ് അക്കൗണ്ടന്റ്, പ്രായപരിധി 21 വയസ്സിനും 32 വയസ്സിനും മധ്യേ. ഉദ്യോഗാർത്ഥികൾ 2/8/1993 1/8/2004 ഇടയിൽ ജനിച്ചവരായിരിക്കണം. അടുത്ത എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. ബാച്ചിലേഴ്സ് ഡിഗ്രി ഫ്രം recognized Indian University institution and candidates should have passed final examination of Institute of Chartered Accountants of India and completion of articles as presented by Institute of Chartered Accountants of India. The candidate should be associate member of Institute of Chartered Accountants of India. അടുത്ത പോസ്റ്റ് AAO കമ്പനി സെക്രട്ടറി, ഏജ് 21 വയസ്സിനും 30 വയസ്സിനും മധ്യയാണ്. ഉദ്യോഗാർത്ഥികൾ 2/8/1995 1/8/2004 ഇടയിൽ ജനിച്ചവരായിരിക്കണം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. ബാച്ചിലേഴ്സ് ഡിഗ്രി ഫ്രം recognized Indian University or institution and qualified member of Institute of Company Secretaries of India ICSI. അടുത്ത പോസ്റ്റ് AAO ആക്ച്വറിയൽ, അതായത് പ്രായപരിധി ഇനി വരുന്നത് 21 വയസ്സിനും 30 വയസ്സിനും മധ്യയാണ്. ഉദ്യോഗാർത്ഥികൾ 2/8/1995 1/8/2004 ഇടയിൽ ജനിച്ചവരായിരിക്കണം. അടുത്ത എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം recognized Indian University or institution. Candidates should have passed at least 6 papers of the examination conducted by the Institute of Actuaries of India or Institute and Faculty of Actuaries UK as on the date of eligibility, that is 1st August 2025. Candidates should provide their membership number and the same will be verified with Institute of Actuaries of India or Institute and Faculty of Actuaries UK. അടുത്തത് AAO ഇൻഷുറൻസ് സ്പെഷ്യലിസ്റ്റ്, ഏജ് വരുന്നത് 21 വയസ്സിനും 30 വയസ്സിനും മധ്യയാണ്. ഉദ്യോഗാർത്ഥികൾ 2/8/1995 1/8/2004 ഇടയിൽ ജനിച്ചവരായിരിക്കണം. അടുത്ത എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം recognized Indian University or institution and possessing professional qualification in life insurance, having minimum experience of 5 years and above of working in life insurance companies. അടുത്ത പോസ്റ്റ് AAO ലീഗൽ, പ്രായപരിധി 21 വയസ്സിനും 32 വയസ്സിനും മധ്യേ. ഉദ്യോഗാർത്ഥികൾ 2/8/1993 1/8/2004 ഇടയിൽ ജനിച്ചവരായിരിക്കണം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ലോ ഫ്രം എനി യൂണിവേഴ്സിറ്റി ഓർ കോളേജ് recognized by UGC with minimum of 50% marks or equivalent in the aggregate of all semesters or years. For ST or ST and PWD candidates, minimum required marks shall be 45%. Next,
പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആസ് ഓൺ August 1, 2025. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ നോക്കാം. എൻറോൾഡ് വിത്ത് ദി ബാർ കൗൺസിൽ ആസ് ആൻ അഡ്വക്കേറ്റ്. At least 2 years experience after being enrolled as an advocate or as a law officer in the legal department of bank or financial institution or statutory corporation or company or state or central government post enrollment with the bar council. ഏജ് റിലാക്സേഷനെ പറ്റി നോക്കാം. SC/ST വിഭാഗത്തിന് 5 വർഷവും OBC വിഭാഗത്തിന് 3 വർഷവും PWBD-യിൽ ജനറൽ വിഭാഗത്തിന് 10 വർഷവും PWBD-യിൽ SC/ST വിഭാഗത്തിന് 15 വർഷവും PWBD-യിൽ OBC വിഭാഗത്തിന് 13 വർഷവും വയസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ എക്സ് സർവീസ്മാൻമാർക്കും കമ്മീഷൻഡ് ഓഫീസർ ഇൻക്ലൂഡിംഗ് ECO ഓർ SCO ജനറൽ 5 വർഷവും എക്സ് സർവീസ്മാൻ കമ്മീഷൻഡ് ഓഫീസേഴ്സ് ഇൻക്ലൂഡിംഗ് ECO ഓർ SCO ഓർ SC/ST 10 വർഷവും എക്സ് സർവീസ്മാൻ കമ്മീഷൻഡ് ഓഫീസേഴ്സ് ഇൻക്ലൂഡിംഗ് ECO SCO OBC 8 വർഷവും കൺഫേംഡ് LIC എംപ്ലോയീസിന് 5 വർഷവും പ്രായപരിധി ഇളവുണ്ടായിരുന്നു. ശമ്പള സ്കെയിൽ നോക്കാം. ബേസിക് പേ വരുന്നത് 88,635 രൂപയാണ്. ശമ്പളം 88,635 രൂപ മുതൽ 1,69,025 രൂപ വരെ. ഇനി ആപ്ലിക്കേഷൻ ഫീസിനെ പറ്റി നോക്കാം. SC/ST PWBD കാൻഡിഡേറ്റ്സിന് ഇന്റിമേഷൻ ചാർജ് ഓഫ് ₹85 പ്ലസ് GST പ്ലസ് ട്രാൻസാക്ഷൻ ചാർജസ്. ബാക്കി എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ആപ്ലിക്കേഷൻ ഫീ കം ഇന്റിമേഷൻ ചാർജസ് ഓഫ് ₹700 പ്ലസ് GST പ്ലസ് ട്രാൻസാക്ഷൻ ചാർജസ്. ഇനി സെലക്ഷൻ പ്രോസസ്സിൽ വരുന്നത് പ്രിലിമിനറി എക്സാമിനേഷൻ, മെയിൻ എക്സാമിനേഷൻ, ഇന്റർവ്യൂ. അടുത്തത് റിക്രൂട്ട്മെന്റ് ഓഫ് AAO സ്പെഷ്യലിസ്റ്റ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ്, കമ്പനി സെക്രട്ടറി, ആക്ച്വറിയൽ, ഇൻഷുറൻസ് സ്പെഷ്യലിസ്റ്റ് ഓർ എഞ്ചിനീയറിംഗ് എന്നീ പോസ്റ്റുകളിലുള്ള പ്രിലിമിനറി എക്സാമിനേഷന്റെ മെയിൻ എക്സാമിനേഷന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇനി പ്രിലിമിനറി എക്സാമിനേഷന്റെ ഡീറ്റെയിൽസ് നോക്കാം. റീസണിംഗ് എബിലിറ്റി 35 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. മാക്സിമം മാർക്ക് 35. മീഡിയം ഓഫ് എക്സാം ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി. ഡ്യൂറേഷൻ 20 മിനിറ്റ്സ് ആണ്. നെക്സ്റ്റ് വൺ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 35. മാക്സിമം മാർക്ക് 35. മീഡിയം ഓഫ് എക്സാം ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി. ടൈം 20 മിനിറ്റ്സ്. നെക്സ്റ്റ് വൺ English language with special emphasis on grammar, vocabulary and comprehension. Number of questions 30 ആണ്. Maximum mark 30. Medium of exam English. Duration വരുന്നത് 20 minutes ആണ്. അങ്ങനെ ആകെ 100 questions ആയിരിക്കും. Maximum 70 marks ആണ്. Total period of time വരുന്നത് 60 minutes ആണ്. ഇനി മെയിൻ എക്സാമിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇത് 2 സെക്ഷൻ ആയിട്ടാണ് നടക്കുന്നത്. ഒബ്ജക്റ്റീവ് ടൈപ്പും ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പുമാണ്. ആദ്യം റീസണിംഗ് എബിലിറ്റി 30 questions ആണ്. മാക്സിമം മാർക്ക് 30. മീഡിയം ഓഫ് എക്സാം ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി. അതായത് ക്വാളിഫയിങ് മാർക്സ് മിനിമം വേണ്ടത് SC/ST PWBD-ക്ക് 13, അതേഴ്സിന് 15. ഡ്യൂറേഷൻ 20 മിനിറ്റ്സ് ആണ്. അടുത്തത് ജനറൽ അവയർനെസ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ മാർക്കറ്റ് അവയർനെസ്. 20 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. മാക്സിമം മാർക്ക് 20 ആണ്. മീഡിയം ഓഫ് എക്സാം ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി. ഇനി ക്വാളിഫയിങ് മാർക്സ് വേണ്ടത് മിനിമം SC/ST PWBD വിഭാഗത്തിന് 9, അതേഴ്സിന് 10. ഡ്യൂറേഷൻ 10 മിനിറ്റ്സ് ആണ്. നെക്സ്റ്റ് വൺ പ്രൊഫഷണൽ നോളജ് ആണ്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 50. മാക്സിമം മാർക്സ് 100 ആണ്. മീഡിയം ഓഫ് എക്സാം ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി. അടുത്തത് മിനിമം ക്വാളിഫയിങ് മാർക്സ് SC/ST PWBD വിഭാഗത്തിന് 45 ആണ്. അതേഴ്സിന് 50 ആണ്. പിന്നെ ഡ്യൂറേഷൻ വരുന്നത് 30 മിനിറ്റ്സ് ആണ്. അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 100 ആണ്. മാക്സിമം മാർക്സ് 150 ആണ്. അതിന് ഡ്യൂറേഷൻ 60 മിനിറ്റ്സ് ആണ്. അടുത്ത ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് നോക്കാം. പ്രൊഫഷണൽ നോളജ് ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ആണ്. 4 out of 6 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. മാക്സിമം മാർക്ക് 50 ആണ്. മീഡിയം ഓഫ് എക്സാം വരുന്നത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി. അടുത്തത് മിനിമം ക്വാളിഫയിങ് മാർക്സ് വരുന്നത് 45% ഓഫ് ടോട്ടൽ മാർക്സ് ആണ്. അതേഴ്സിന് 50% ഓഫ് ടോട്ടൽ മാർക്സ്. ഡ്യൂറേഷൻ 60 മിനിറ്റ്സ് ആണ്. അടുത്ത ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ കമ്മ്യൂണിക്കേഷൻ. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 2. മാക്സിമം മാർക്സ് 25. മീഡിയം ഓഫ് എക്സാം ഇംഗ്ലീഷ് ആണ്. അതുപോലെ മിനിമം ക്വാളിഫയിങ് മാർക്സ് 9 ആണ്. SC/ST PWBD വിഭാഗത്തിന്. അതേഴ്സിന് 10 ആണ്. പിന്നെ ഡ്യൂറേഷൻ വരുന്നത് 30. അടുത്തത് റിക്രൂട്ട്മെന്റ് ഓഫ് AAO ലീഗൽ. ഈ തസ്തികയുടെ പ്രിലിമിനറി എക്സാമിന്റെയും മെയിൻ എക്സാമിന്റെയും ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം പ്രിലിമിനറി എക്സാമിന്റെ ഡീറ്റെയിൽസ്. റീസണിംഗ് എബിലിറ്റി ആകെ 35 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. മാക്സിമം മാർക്ക് 35. മീഡിയം ഓഫ് എക്സാം ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി. അതിൽ ഡ്യൂറേഷൻ വരുന്നത് 20 മിനിറ്റ്സ് ആണ്. അടുത്തത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. 35 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. 35 മാർക്കാണ് മാക്സിമം മാർക്ക്. മീഡിയം ഓഫ് എക്സാം ഇംഗ്ലീഷ് ആണ്. അതിന് ഡ്യൂറേഷൻ വരുന്നത് 20 മിനിറ്റ്സ് ആണ്. അടുത്ത ജനറൽ അവയർനെസ് ആണ്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 30. മാക്സിമം മാർക്ക് 13. മീഡിയം ഓഫ് എക്സാം ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി. ഡ്യൂറേഷൻ വരുന്നത് 20 മിനിറ്റ്സ് ആണ്. അങ്ങനെ ആകെ 100 ക്വസ്റ്റ്യൻസ്. മാക്സിമം മാർക്ക് 70 ആണ്. അപ്പോൾ ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നത് 60 മിനിറ്റ്സ് ആണ്. ഇനി റിക്രൂട്ട്മെന്റ് ഓഫ് AAO ലീഗൽ മെയിൻ എക്സാമിനേഷന്റെ ഡീറ്റെയിൽസ് നോക്കാം. റീസണിംഗ് എബിലിറ്റി നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 30. മാക്സിമം മാർക്ക് 30. മീഡിയം ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി. ഇനി മിനിമം ക്വാളിഫയിങ് മാർക്സ് SC/ST PWBD വിഭാഗത്തിന് 13, അതേഴ്സിന് 15. ഡ്യൂറേഷൻ വരുന്നത് 20 മിനിറ്റ്സ് ആണ്. അടുത്തത് ജനറൽ അവയർനെസ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ മാർക്കറ്റ് അവയർനെസ്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 20 ആണ്. മാക്സിമം മാർക്ക് 20. മീഡിയം വരുന്നത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ആണ്. അടുത്തത് മിനിമം ക്വാളിഫയിങ് മാർക്സ് SC/ST PWBDക്ക് 9, അതേഴ്സിന് 10.
ഡ്യൂറേഷൻ വരുന്നത് 10 മിനിറ്റ്സ് ആണ്. അടുത്ത പ്രൊഫഷണൽ നോളജ്, നമ്പർ ഓഫ് ക്വസ്റ്റൻസ് 50, മാക്സിമം മാർക്ക് 100 ആണ് വരുന്നത്. മീഡിയം ഓഫ് എക്സാം വരുന്നത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദിയാണ്. മിനിമം ക്വാളിഫൈങ് മാർക്സ് വരുന്നത് SC ST PWD വിഭാഗത്തിന് 45ഉം അതേഴ്സിന് 50ഉം ആണ്. അതിന്റെ ഡ്യൂറേഷൻ 30 മിനിറ്റ്സ് ആണ്. അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റൻസ് 100 ആണ്. മാക്സിമം മാർക്സ് 150 ആണ്. ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നത് 60 മിനിറ്റ് ആണ്. ഇതിൽ തന്നെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിന്റെ ഡീറ്റെയിൽസ് നോക്കാം. പ്രൊഫഷണൽ നോളജ് 4 ഔട്ട് ഓഫ് 6 ക്വസ്റ്റ്യൻസ്, മാക്സിമം മാർക്ക് 50 ആണ്. മീഡിയം ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി. ഇനി മിനിമം ക്വാളിഫൈങ് മാർക്സ് നോക്കാം. PWBDക്കും SC ST വിഭാഗത്തിനും 45% ഓഫ് ടോട്ടൽ മാർക്സ്, ജനറൽ വിഭാഗത്തിന് 50% ഓഫ് ടോട്ടൽ മാർക്സ്. ഡ്യൂറേഷൻ 60 മിനിറ്റ് ആണ് വരുന്നത്. അടുത്ത ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഇമെയിൽസ്, റിപ്പോർട്ട്സ്, സിറ്റുവേഷൻ അനാലിസിസ് ആൻഡ് പ്രിസൈസ് റൈറ്റിംഗ്. 2 ക്വസ്റ്റ്യൻസ്, മാക്സിമം മാർക്സ് 25 ആണ്. മീഡിയം ഇംഗ്ലീഷ്. അതിൽ മിനിമം ക്വാളിഫൈങ് മാർക്സ് നോക്കാം. PWD വിഭാഗത്തിനും SC ST വിഭാഗത്തിനും 9 ആണ്. എന്നാൽ അതേഴ്സിന് 10 മാർക്സ് ആണ് വരുന്നത്. അതിലെ ഡ്യൂറേഷൻ വരുന്നത് 30. കേരളത്തിലെ എക്സാം സെന്ററുകളെ പറ്റി നോക്കാം. കണ്ണൂർ, കോട്ടയം, കോഴിക്കോട്, എറണാകുളം, ആലപ്പുഴ, പാലക്കാട്, തിരുവനന്തപുരം, തൃശൂർ എന്നിവിടങ്ങളാണ് പരീക്ഷാ കേന്ദ്രങ്ങളായി സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി അപ്ലൈ ചെയ്യുന്ന വിധം നോക്കാം. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് www.licindia.in. അപ്ലൈ ചെയ്യേണ്ട തീയതി 16/8/2025 മുതൽ 8/9/2025 വരെ. ഓൺലൈൻ എക്സാമിനേഷന് വേണ്ടി കോൾ ലെറ്റർ ഡൗൺലോഡ് ചെയ്യേണ്ട ഡേറ്റ് എക്സാമിന് 7 ദിവസം മുൻപാണ്. അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ഓൺലൈൻ എക്സാമിനേഷൻ പ്രിലിമിനറി ടെന്റേറ്റീവ് ഡേറ്റ് ആണ് 3/10/2025. ഡേറ്റ് ഓഫ് ഓൺലൈൻ എക്സാമിനേഷൻ മെയിൻ ടെന്റേറ്റീവ് ഡേറ്റ് വരുന്നത് 8/11/2025 ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ വിജ്ഞാപനത്തെ പറ്റി പരാമർശിക്കാനുള്ളത്. ഉദ്യോഗാർത്ഥികൾ നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു നോക്കിയതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.